തൃശ്ശൂർ ഒരു സ്കൂളിൽ കുട്ടികൾ പരസ്പരം ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ഒരു വേലത്തരം കാണിച്ചു. അവർ യൂട്യൂബിൽ കൂടിയൊക്കെ ആയിരിക്കണം ഈ വേലകൾ സ്വായത്തമാക്കിയത്. അവർ പരസ്പരം ഹിപ്നോട്ടൈസ് ചെയ്യാൻ ശ്രമിച്ചു. ഹിപ്നോസിസ് എന്താണെന്ന് അവർ യൂട്യൂബിൽ കൂടെയൊക്കെ നോക്കി. പല കുട്ടികളും അപകടത്തിൽ ചെന്ന് ചാടുന്നത് നമുക്ക് അറിയാം. യൂട്യൂബിലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ചെന്ന് ചാടി അതൊന്ന് പരീക്ഷിക്കുമ്പോൾ അപകടത്തിൽ ചാടും. ഇവർ 4 പേരും, ഒരു ആൺകുട്ടിയും 3 പെൺകുട്ടികളും, അവർ ഹിപ്നോട്ടൈസ് പ്രാക്ടീസ് ചെയ്തു. അവസാനം 4 പേരും സ്കൂളിനകത്ത് ബോധം കെട്ട് വീണു. ഉച്ചയ്ക്ക് ലിഷർ ടൈമിലായിരിക്കണം ഈ പരീക്ഷണം നടത്തിയത്. സാറന്മാർ പെട്ടെന്ന് തന്നെ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് 3 പേർക്ക് ബോധം വീണു. ഒരാൾക്ക് അല്പം താമസിച്ചാണ് ബോധം വീണത്. ഒരാൺകുട്ടിയും 3 പെൺകുട്ടികളുമാണ് ഹിപ്നോസിസ് അത് പ്രാക്ടീസ് ചെയ്ത്. അപ്പോൾ കുട്ടികൾ പലതും ഇതുപോലെ യൂട്യൂബുകളിലുമൊക്കെ കയറി ഇറങ്ങി സഞ്ചരിച്ച് മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, അത് ബോധത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെടുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ അവർ ഹിപ്നോട്ടൈസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഒരു പഠനം നടത്തിയിരിക്കാം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പലതും നമ്മൾ കാണാപ്പാഠം പഠിച്ചു വെക്കും. പരീക്ഷാ സമയത്ത് എഴുതാൻ നേരത്ത് ഒന്നും ഓർമ്മയുണ്ടാവില്ല. അവിടെ ഇവിടെയൊക്കെ മാത്രം ഓർമ്മ. അങ്ങനെ പലർക്കും, പല കുട്ടികൾക്കും, നമുക്കൊക്കെ ചെറുപ്പം മുതലേ കാണാപ്പാഠം പഠിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഓർമ്മ നിൽക്കത്തില്ല. പലർക്കും ചെറുപ്രായത്തിലും അല്ലെങ്കിൽ പ്രായമായാലും ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴൊക്കെ പല കാര്യം മറന്നു പോകുന്നു. ചിലരങ്ങനെയല്ല, വളരെ ഷാർപ്പാണ്. അവർക്ക് നല്ല മെമ്മറിയാണ്. ഒന്നും മാറ്റിമറിക്കാൻ പറ്റുന്നില്ല അവർക്ക്. അതേപടി ഒരു പേജൊക്കെ അല്ലെങ്കിൽ 5 പേജോ 10 പേജോ വായിച്ചാൽ ആ പേജിൽ കിടക്കുന്ന അല്ലെങ്കിൽ കണ്ടൻസ് അല്ലെങ്കിൽ മിക്കവാറുള്ള വാക്കുകൾ, വാചകങ്ങളെല്ലാം തലയിൽ റീറ്റെയിൻ പലരെയും ചെയ്യുന്നുണ്ട്. അപ്പം മെമ്മറിയുടെ പല പ്രശ്നങ്ങളും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ അറിയാം, അദ്ദേഹമാണ് റിലേറ്റിവിറ്റി തിയറി കണ്ടുപിടിച്ച വ്യക്തി. ആൽബർട്ട് ഐൻസ്റ്റീനും ചില സന്ദർഭങ്ങളിൽ ഹിപ്നോസിസ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ചില സന്ദർഭത്തിൽ അദ്ദേഹം തലപുകഞ്ഞിങ്ങനെ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ ക്ഷീണം അനുഭവപ്പെടുമ്പോഴും അതിൽ പെട്ടെന്ന് അതിൽ നിന്ന് മാറിയിട്ട് ഒരു ട്രാൻസ് മൂഡിലേക്ക്, മൂർച്ചയിലേക്ക് മനസ്സിനെ കൊണ്ടുവരും. അങ്ങനെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നത്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം സ്വയം ഹിപ്നോസിസിന് വിധേയമായി മനസ്സിനെ ചില കാര്യത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. അദ്ദേഹം റിസർച്ച് ചെയ്തിരിക്കുന്ന കാര്യത്തെപ്പറ്റി വിട്ടു വേറെ ലെവലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അങ്ങനെ ആ ചിന്തകൾ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് പറ്റും. റിസർച്ച് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി മാത്രമായിട്ട് ചിന്തിച്ച് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ചില പ്രത്യേക മൂർച്ച അല്ലെങ്കിൽ പ്രത്യേക സ്ട്രാൻസ് അദ്ദേഹം സൃഷ്ടിക്കും മനസ്സിൽ. അങ്ങനെ സൃഷ്ടിച്ച സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് ആപേക്ഷിക സിദ്ധാന്തം എന്ന പുതിയ തിയറി കൊണ്ടുവരാൻ പറ്റിയെന്നാണ് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ റിലേറ്റീവ് തിയറി അങ്ങനെയാണ് വന്നത്. അത് സ്വയം ഹിപ്നോസിസ് ചെയ്തത് കൊണ്ടാണ് എന്നും പറയുന്നുണ്ട്. ഏതായാലും മെമ്മറി നമ്മൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലരും പല രീതിയിലാണ് അത് ആലോചിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ചിലർ എപ്പോഴും 10-30 കാര്യങ്ങൾ ആലോചിക്കാനായിട്ട് പറ്റാതെ വരുമ്പം ചെറിയ കടലാസിൽ അത് സ്ലിപ്പ് എഴുതി പോക്കറ്റിൽ വെക്കും. വേറെ ചിലർ ചില ഇൻഡിക്കേഷൻ, നമ്പറുകൾ അല്ലെങ്കിൽ ചില ഫിഗറുകൾ അങ്ങനെ വെക്കുമ്പോൾ ആ കാര്യം ഓർമ്മ വരും. അതൊക്കെ മനസ്സിനകത്ത് നടത്തുന്ന ചില പരീക്ഷണങ്ങളായി സ്വയം നമ്മൾ നടത്തുന്നത്. തോമസ് ആൽവ എഡിസന് അദ്ദേഹവും ഈ ഒരു ഹിപ്നോസിസ് സ്വയമായിട്ട് ആ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പ്രവർത്തിച്ചിട്ടുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം നമ്മൾ കണ്ടിരിക്കുന്ന ലോകത്തിലെ ബുദ്ധിജീവികളെല്ലാവരും മനസ്സിനെ നിയന്ത്രിക്കാനും ഒരു പ്രത്യേക സ്ഥലത്ത് കേന്ദ്രീകരിക്കാനും വേണ്ടി ഹിപ്നോസിസ് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് ആണ് പലരും കരുതുന്നെങ്കിലും അത് ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ് സിഗ്മണ്ട് ഫ്രോയിഡ് അതിനോട് യോജിക്കുന്നില്ല. അദ്ദേഹം ഫ്രോയിഡിൻ്റെ തിയറികൾ നമുക്കറിയാം. ഇന്നും പലരും അത് പരീക്ഷിക്കുന്നുണ്ട്. ഏതായാലും പാൻസ്
ആൻറ്റൺ മെസ്മർ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ ചിന്തകനുണ്ടായിരുന്നു. അയാൾ 1734 ജനിച്ചു, 1815 മരിച്ച വ്യക്തിയാണ്. അതാണ് മെസ്മറിസം, മെസ്മർ എന്ന് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിൽ നിന്നാണ് ഈ ഹൈപ്പോത്തിസിസ് വന്നത്. അദ്ദേഹം ഫ്രാൻസ് മെസ്മർ എന്ന് പറഞ്ഞ ആളുടെ പേര് തന്നെയാണ് മെസ്മറിസം. നമ്മളറിയാം പല മജീഷ്യൻസും മെസ്മറൈസ് ചെയ്തിട്ടാണ് അത് കാണിക്കുന്നതെന്നൊക്കെ ധരിപ്പിക്കാൻ വേണ്ടി സ്റ്റേജിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മുമ്പിൽ നിന്ന് വിരലുകൾ ചലിപ്പിച്ച് അയാളുടെ ആ വിരലിലേക്ക് അയാളുടെ കണ്ണുകളെയും മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യിച്ചിട്ടാണ് മെസ്മറൈസ് ചെയ്യുന്നത്. ടെക്നിക്കുകളൊക്കെ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഹാർഡായ ഒരാളെ മെസ്മറൈസ് ചെയ്ത് അബോധാവസ്ഥയെ കൊണ്ടുവരാൻ കഴിയില്ല. വീക്കായ ആൾക്കാരെയാണ് കഴിവുള്ളിടത്തോളം ഇങ്ങനെയുള്ള പരീക്ഷണത്തിന് വിധേയമാക്കുന്നത്. അതേസമയത്ത് ഒരു മനുഷ്യനും ഒരു കോൺസ്റ്റൻ്റായിട്ട് മൈൻഡ് നിലനിൽക്കാത്ത അവസ്ഥ ഉണ്ടാകും. അത് ആങ്സൈറ്റി, ആകാംക്ഷ ഉണ്ടാവും പല കാര്യത്തെപ്പറ്റി, നമുക്ക് ജീവിതത്തെപ്പറ്റി, മക്കളെപ്പറ്റി, കുടുംബത്തെപ്പറ്റി, സാമ്പത്തികമായ അങ്ങനെ. അപ്പോൾ അതിൽ നിന്നൊരു കരകയറാൻ വരുമ്പോൾ ഒരു ഡിപ്രഷൻ നമുക്കുണ്ടാവും. അന്നേരം നമുക്ക് ബോഡിക്ക് ചലനം കുറയും, പെയിൻ ഉണ്ടാകും, ആവശ്യമില്ലാത്ത ചില നീക്കങ്ങൾ, ബിഹേവിയർ ഒക്കെ ഉണ്ടാകും. ഇവിടെ നിൽക്കുമ്പോൾ മറ്റൊരു വീട്ടിൽ ഒരാളെ പോയി ചുമ്മാ വെറുതെ പോയി ഒന്ന് കാണണമെന്ന് തോന്നും. ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്റ്റാച്യു വരെ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ പോയി ഒന്ന് നോക്കിയിട്ട് മടങ്ങി വരണമെന്ന് തോന്നും. അങ്ങനെ ചില ആവശ്യമില്ലാത്ത ബിഹേവിയർ ഒക്കെ ഉണ്ടാവും. അത് മനസ്സിൻ്റെ ചലനത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ചിലർ കൂടുതൽ പുകവലിക്കുന്നവരുണ്ട്, നിത്യം പുകവലിക്കുന്നവർക്കുണ്ട്. അവർക്ക് ആങ്സൈറ്റി ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഹെൽത്ത് പ്രോബ്ലം ഉള്ളവരുണ്ട്. ചിലർ അമിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അങ്ങനെ മാനസികമായ പല പ്രശ്നങ്ങൾ കുട്ടികൾക്കും നമുക്കും എല്ലാം ഉണ്ടാവും. ഇപ്പോഴത്തെ ഈ കുട്ടികൾ അവരുടെ ആ സ്റ്റഡി കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഉദ്ദേശിച്ചായിരിക്കണം അവർ ഈ ഹിപ്നോട്ടൈസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു നോക്കിയത്. പക്ഷേ ആ ചെയ്തു നോക്കിയപ്പോൾ അവർ ആ മോഹാത്സ്യപ്പെടാൻ അല്ലെങ്കിൽ ബോധം കെടാനുള്ള അവരുടെ ആ ഒരു അവസ്ഥയ്ക്ക് കാരണം അവരവരുടെ കഴുത്തിൻ്റെ അവിടുത്തെ ഒരു പ്രത്യേക ഞരമ്പിൽ പിടിച്ച് ഞെക്കി. 4 പേരും ഒന്നിച്ചായിരിക്കണം ഞെക്കിയത്. 4 പേരും ഇമ്മീഡിയറ്റായിട്ട് ബ്ലഡ് സപ്ലൈ ബ്രെയിനിലായിട്ട് വരാതെ വന്നപ്പം പെട്ടെന്ന് നമ്മൾ മോഹാത്സ്യപ്പെട്ട് വീണു എന്നുള്ളതാണ്. അത് ബ്ലഡ് സർക്കുലേഷൻ റെഡിയായപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് നോർമലായപ്പം ബോധം കെട്ടി. ഒരാളെ കുറേ താമസിച്ചു. അപ്പം കഴുത്തിൽ എവിടെയോ അവരൊരു വെയിലിലേക്ക്, അത് വെയിലിൻ്റെ അവിടെ തമ്പ് കൊണ്ട് തള്ളവിരൽ കൊണ്ട് പ്രസ് ചെയ്തിട്ടാണ് അവർ ബോധം കെട്ടതെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പല ഡോക്ടേഴ്സും ഈ സൈക്യാട്രി ഡോക്ടർമാരും ഒക്കെ അവർ പല പരീക്ഷണങ്ങൾ നടത്തി പല അഡ്വൈസ് നടത്തിയിട്ടാണ് നമ്മളെ ആ ഒരു സ്ട്രാൻസിൽ നിന്ന്, ആ ഒരു മൂഡിൽ നിന്നും മാറ്റിക്കൊണ്ടുവരുന്നത്. ചിലപ്പം ദിവസങ്ങളോളം മാസങ്ങളോളം എടുക്കും നമ്മുടെ മൂഡൊന്ന് ശരിയാക്കി എടുക്കാൻ. അതുകൊണ്ട് സൈമൺ ഫ്രോയിഡാണ് ഈ സൈക്കോ അനാലിസിസിൻ്റെ തിയറിയുടെ പിതാവ്. ഫ്രോയിഡൻ തിയറിയാണ് അത് സൈക്യാട്രിയിൽ ഇന്ന് എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മെയിൻ തിയറി എന്ന് പറയുന്നത് പല രോഗങ്ങൾക്കും, ഈ മാനസികമായ രോഗങ്ങൾക്കൊക്കെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇന്നും പല ഡോക്ടർമാരും ഫോളോ അപ്പ് ചെയ്യുന്നത്. അത് കാരണം ഹ്യൂമൻ ബിഹേവിയറിൻ്റെ സ്വാധീനം എപ്പോഴും നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ അബോധ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ചില കാര്യങ്ങൾ ചില സന്ദർഭത്തിൽ അത് ഉണർന്നു വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിലൊരു വാർത്ത കണ്ടു. ബസ്സിൽ യാത്ര ചെയ്ത ഒരാൾ രാത്രി 9 മണിക്ക് അയാൾ കയറി, അയാൾ സ്ത്രീകളുടെ സീറ്റിൽ കയറി ഇരുന്നു. 2 സ്ത്രീകൾ അവർ മാറിയിരിക്കാൻ പറഞ്ഞു. കണ്ടക്ടർ അയാളെ മാറ്റി ബസ്സിൻ്റെ പുറകിലത്തെ സീറ്റിൽ കൊണ്ട് ഇരുത്തി. തൊട്ടടുത്തിരുന്ന ആളെ അന്നേരത്തെ അയാളുടെ ബിഹേവിയർ മാറി. അയാൾ കയ്യിലിരുന്ന ബ്ലേഡ് കൊണ്ട് അയാളുടെ മുഖത്ത് വരഞ്ഞു. 43 സ്റ്റിച്ചിട്ടു. അയാൾ സ്വയം എന്നിട്ട് ആ ബ്ലേഡ് കൊണ്ട് വരയുകയും ചെയ്തു. അയാളെ ഹോസ്പിറ്റലൈസ് ചെയ്തു. വാടാനപ്പള്ളിയിൽ, തൃശ്ശൂർ അവിടെ ചെന്നപ്പം അവർ ചേർത്തലയിൽ നിന്ന് വയനാടിന് പോയ ബസ്സിലായിരുന്നു ഈ സംഭവം നടന്നത്. കഴിഞ്ഞ 2-3 ദിവസം മുമ്പാണ് അതുണ്ടായത്. അപ്പോൾ അയാൾ എന്തിനാണ് അത് ചെയ്തതെന്ന് വെച്ചാൽ അയാൾക്ക് തന്നെ ചിലപ്പോൾ അറിയില്ല. അയാളുടെ അബോധ മനസ്സിൽ കിടക്കുന്ന ഏതോ ഒരു സംഭവം ആ സമയത്ത് ഉണർന്നു വന്നു. അത് ഏതായാലും ആ സ്ത്രീകൾ അവിടുന്ന് മാറിയിരിക്കാൻ പറഞ്ഞപ്പം അയാളുടെ മനസ്സിനെ അത് തട്ടി ഉണർത്തിയ ശേഷമായിരിക്കണം അയാൾ പെട്ടെന്ന് ബ്ലേഡ് എടുത്തിട്ട് അപ്പുറത്ത് പോയിരുന്നപ്പം ആ അടുത്തിരുന്ന ആളുടെ മുഖത്തോട്ടങ്ങ് വരയാണ്. ചമ്രം റംറം അങ്ങ് ബ്ലേഡ് കൊണ്ട് വരയുക. മുഖം മാത്രമല്ല, ശരീരം പല സ്ഥലത്തും മുറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇയാളെ തടഞ്ഞു. കണ്ടക്ടർ തടഞ്ഞപ്പം അയാൾ സ്വയം ആ ബ്ലേഡ് കൊണ്ട് അയാളുടെ ദേഹത്തും
അയാൾ വരഞ്ഞ് മുറിവുണ്ടാക്കിയ സംഭവം ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു സൈക്കോ അനാലിസിസിൻ്റെ ഭാഗമായി ഇങ്ങനെ അടങ്ങിക്കിടക്കുന്ന, അല്ല പ്രത്യേക ട്രാൻസിൽ കിടക്കുന്ന, അല്ല പ്രത്യേക മൂടിക്കിടക്കുന്ന ചില കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഈ സൈക്കാട്രി ഡോക്ടർമാർ പലരും ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ, ഫ്രോയിഡൻ തിയറികൾ പലതും ഉപയോഗിക്കുന്നതിൻ്റെ കാരണം. മനസ്സിന് നമുക്ക് അല്ലെങ്കിൽ ചിലർക്ക് ചില മരുന്നുകൾ കൊടുക്കുമ്പം അങ്ങനെയുള്ള ഒരു വയലൻ്റായ ചില കാര്യങ്ങളൊക്കെ ചിലപ്പം സബ്മിസീവായിട്ട് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മരുന്ന് കൊടുത്തിട്ട് അവർ അതിൽ നിന്ന് ഉണർത്തി ആ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അങ്ങനെ ക്രൈമിൻ്റെ വലിയ ക്രിമിനൽസിനെയൊക്കെ ഇതുപോലെയുള്ള ചില പ്രവൃത്തികളിലേക്ക് വിധേയമാക്കി ചില കാര്യങ്ങളൊക്കെ വെളിയിലോട്ട് കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നുള്ളൂ. അതൊക്കെ എപ്പോഴും തെറ്റിപ്പോകാനും സാധിക്കും, അല്ല ചെത്തിപ്പോകാനും സാധ്യത കൂടുതലാണെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഈ കുട്ടികളുടെ പ്രവൃത്തി അത് ആവർത്തിക്കാൻ പാടില്ല, മറ്റു കുട്ടികളൊന്നും പരീക്ഷിക്കാൻ പാടില്ല. യൂട്യൂബിനകത്ത് പല ഈ രീതിയിലുള്ള പല സംഭവങ്ങളും നിങ്ങൾക്ക് കാണാം. അതൊക്കെ വളരെയധികം അപകടം നിറഞ്ഞ കാര്യങ്ങളാണ്. നമുക്കറിയാം, ഇപ്പം യൂട്യൂബിൽ പല ഗെയിമുകൾ കളിച്ചതിൻ്റെ അവസാനം കുട്ടികൾ 2ാം നിലയിൽ നിന്ന് 4ാം നിലയിൽ എടുത്തു ചാടി അവർ ആത്മഹത്യ ചെയ്യുന്നതായിട്ടും കാണാം. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊന്നും മനസ്സ് കൊണ്ടുപോകരുത്. കാരണം പഠിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും കുട്ടികൾ കൃത്യമായിട്ടിരുന്ന് പഠിക്കുക, അറിവ് സമ്പാദിക്കുക, മറ്റു രീതിയിലുള്ള ഇങ്ങനെ ഡീവിയേഷൻ ഉണ്ടാകാതെ പോകണം. അതുകൊണ്ട് കോൺസെൻട്രേഷനിൽ കൃത്യമായ പഠനം നടത്തി വേണം കുട്ടികൾ മുന്നോട്ട് പോകാൻ എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന.